മക്കളെ, ഇതൊരു മാജിക് ഹെയർ പാക്കാണ്. ഞാൻ തേച്ചിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളെക്കാളും എനിക്ക് ഒരുപാട് നല്ലതായി തോന്നിയിട്ടുണ്ട്. ഇതിലെന്താ കൂട്ടിയിരിക്കണം എന്നല്ല, ഇനിയിപ്പോൾ ഈ മാജിക് ഹെയർ പാക്കിൽ പ്രധാനമായിട്ട് നമ്മൾ മുരിങ്ങയില തന്നെയാണ്. അയൺ, വിറ്റാമിൻ, സിങ്ക് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് രക്തയോട്ടം, നമ്മളെ മുടിയിലെ രക്തയോട്ടം നല്ലതായിട്ട് വർദ്ധിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ, പുതിയ മുടി ഒരുപാട് കിളിർക്കും. പല കുട്ടികളെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. അവരുടെ മുടി അവിടെ ഇവിടെയൊക്കെ കഷണ്ടി പോലെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇത് ഇടയ്ക്ക് ആഴ്ചയിൽ ഒറ്റ ദിവസം നിങ്ങൾ തേക്കണം കേട്ടോ. ഈ ഹെയർ പാക്ക് എന്തുകൊണ്ടാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ മുരിങ്ങയുടെ ഇല. ഇത് നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. ഇങ്ങനെ എടുക്കാം, ഞാൻ ഊരി വെച്ചതാണ്. ഇനി അടുത്തതായിട്ട് കണ്ടോ, നമ്മളെ വെണ്ടയ്ക്ക. ഇത് കഴുകിയിട്ട് വേണം ഞെട്ട് കളയാവുള്ളൂ കേട്ടോ. കഴുകി ഞെട്ട് കളഞ്ഞിട്ട് നല്ല കുനുകുനായിട്ട് നമുക്ക് മിക്സിയിലിടാം. പിന്നെ നമ്മൾക്കൊരു കറ്റാർ വാഴപ്പോളുടെ ഒരു കഷ്ണം മതി. കാരണം വെണ്ടയ്ക്ക നല്ല സ്മൂത്തി ആവണ തന്നെയാണ് മുടി. അപ്പോൾ നമുക്കൊരു കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കും കേട്ടോ വെണ്ടയ്ക്കയും കറ്റാർ വാഴയും. അതുപോലെ മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടിയുടെ എല്ലാ ഇതും മാറ്റി തരുന്നതാണ്. മുടിക്ക് ഒരു ദോഷവും ഇല്ല കേട്ടോ. നമ്മളെ മുരിങ്ങയുടെ ഇല നമ്മളെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നമുക്ക് എന്താ പറയുക, ഒന്നൊന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കും കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ ഇനി കട്ട പിടിച്ച് നിൽക്കില്ല. അപ്പം മഴക്കാലം വരുന്നല്ലേ ഉള്ളൂ. മഴക്കാലമായ മുരിങ്ങയുടെ ഇല കുറച്ച് ദോഷമാണ്, ഉണങ്ങാൻ കുറച്ച് താമസമാണ്, നല്ല കട്ടി തോന്നിക്കും നമുക്ക് മുടിക്ക്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് വരാം. നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടോളൂ കേട്ടോ. എന്നാൽ എന്താ വേഗം അരയാൻ വേണ്ടിയിട്ടാണ്. ആരും ഇത് അരയ്ക്കുമ്പോൾ പച്ചവെള്ളം കൂട്ടി അരയ്ക്കരുത് കേട്ടോ കുട്ടികളെ. ഇതൊരു 30 മിനിറ്റ് ഇല്ലെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ തലയിൽ വെച്ചിരിക്കണം. അപ്പോൾ നമ്മളിത് തിളപ്പിച്ചാറിയ വെള്ളം അരയ്ക്കാവൂ കേട്ടോ. നമുക്ക് നീർവീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നല്ല വെണ്ണ പോലെ അരയുക കേട്ടോ. അപ്പം മുടിയിൽ നമുക്കൊരു കരടൊന്നും തടയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അരയ്ക്കണം. ഇനി നല്ല അരയാത്തവർ എന്ത് ചെയ്തോളൂ, ഒന്ന് അരിച്ചോളൂ കേട്ടോ. മക്കളെ, നമ്മൾ ഇതിന്ന് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി നമ്മളെ ഹെയർ പാക്കിൽ പൊട്ടിച്ചൊഴിക്കണം. എങ്കിലാണ് ഇതൊരു വളരെ ഒരു എന്താ പറയുക, മിറാക്കിൾ ഹെയർ പാക്കായി മാറുക. മക്കളെ, നമ്മളെ മുരിങ്ങയുടെ ഇലയിലേ അയൺ, സിങ്ക്, വിറ്റമിനുകൾ ധാരാളം ഉണ്ട് കേട്ടോ. അത് കാരണം നമ്മളെ മുടിയിൽ രക്തയോട്ടം നല്ലോണം കൂട്ടും, നമ്മളെ സ്കാൽപ്പിൽ രക്തയോട്ടം നല്ലോണം കൂട്ടും. അത് കാരണം നമുക്ക് പുതിയ പുതിയ മുടികൾ നന്നായി മുളച്ചു വരും. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേശസഞ്ജീവനി വാങ്ങണ കുട്ടികളെ, അവർക്ക് അവിടെയും ഇവിടെയുള്ള മുടി, അങ്ങനെയുള്ളവർക്ക് ഈ ഹെയർ പാക്ക് ഒന്നാം തരാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർത്തിട്ടുള്ളത് എന്താ വെച്ചാൽ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നാച്ചുറൽ കരാറ്റിനാണ് കേട്ടോ. നമ്മളുടെ അറ്റം പൊട്ടിപ്പോണത് തടയും. തളരും എന്നൊക്കെ പറഞ്ഞല്ലേ, അറ്റം പൊട്ടിപ്പോണത് തടയും കേട്ടോ. അത് കാരണം നമ്മളെ മുടി തിന്നാവുന്നുണ്ട്. പല ആൾക്കാരുടെ നോർമലായി പോവുക, പൊട്ടിപ്പോണത് അറിയണില്ല, നീളം കുറയണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്ക രണ്ടാമതായിട്ടുള്ളതാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മളുടെ കറ്റാർവാഴ. കറ്റാർവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ pH ലെവൽ കൃത്യമായിരിക്കും കേട്ടോ നമ്മളെ മുടിയിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ താരൻ പോകും, കംപ്ലീറ്റ് താരൻ പോയിട്ട്, നമുക്ക് താരൻ പോയാൽ തന്നെ അറിയാലോ മക്കളെ, ചൊറിച്ചിലൊക്കെ അല്ലേ താരൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മുടി വളരില്ല, മാന്തിയിട്ടൊക്കെ മുറിയാകും. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളെ തലയോട്ടിക്ക് ഒരു സുഖം കിട്ടും. അത് കാരണം നമുക്ക് നന്നായിട്ട് മുടി വളർച്ച കൂട്ടും, നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റി മുടിയാകും കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇതിൽ ഒന്ന് പൊട്ടിച്ചൊഴിച്ചത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. ആ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മുടി വളർച്ച പെട്ടെന്നാക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ 4 ഇൻഗ്രീഡിയൻറ്റും കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിൽ പൊട്ടിച്ചൊഴിച്ചാലേ നല്ലോണം ഇളക്കണം കേട്ടോ, നല്ലതുപോലെ. അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ഇളക്കാതെയൊക്കെ നമ്മൾ തേച്ചാൽ മുൻഭാഗത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് ഈ ക്യാപ്സ്യൂൾ പെടുള്ളൂ. അപ്പോൾ നല്ല യോജിപ്പിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നിങ്ങൾ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് വരെയെങ്കിലും തലയിൽ വെക്കണം കേട്ടോ. അതിനാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ചിട്ടുള്ളത്. നീർവീഴ്ച വരാൻ പാടില്ലല്ലോ. ഒരു 20 മിനിറ്റ് മുടിയിൽ വെച്ച് നിങ്ങൾ കഴുകി കളഞ്ഞു നോക്കാം. മുടി നല്ല കല്യാണത്തിനൊക്കെ പോണതിൻ്റെ തലേ ദിവസം നിങ്ങളിത് തേച്ചാൽ മതി. പൊന്തച്ച് നിൽക്കും നമ്മളെ മുടി. 1-2 10 എന്ന് പറഞ്ഞ പോലെ ഓരേഴായിട്ട്. കാരണം നമ്മളെ വെണ്ടയ്ക്ക, എന്താ പറയുക, മുരിങ്ങയുടെ ഇല, കറ്റാർവാഴ,
വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. മിറാക്കിൾ ഹെയർ പാക്കാണത്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. നന്നായിട്ട് പല്ലകലുള്ള ചീർപ്പുകൊണ്ട് ചീന്തി മുടിയിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞ് നമ്മളെ കേശസഞ്ജീവനി തേക്കുക. മുടിയിൽ നേരെ ഒരുപോലെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അതാ കാണിക്കാത്ത കേശസഞ്ജീവനി നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹെയർ പാക്ക് തേച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അത്രേ വേണ്ടൂ കേട്ടോ. ഒരു കാരണവശാലും ഇന്ന് കെമിക്കൽ ഷാമ്പു നിങ്ങൾ തൊട്ട് പോവരുത്. ഗുണത്തേക്കാളേറെ ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ഷാമ്പു തേച്ചു എന്ന് ആരും പറയരുത് കേട്ടോ. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. ചിലർ സ്കിപ്പ് ചെയ്ത് കാണുകയാണേ. അപ്പോൾ നമുക്കിത് മുടിയിൽ തേക്കാം. മുടിയുടെ അറ്റം വരെ തേക്കണം കേട്ടോ. കണ്ടങ്ങനെ എല്ലായിടത്തും തേക്കണം കേട്ടോ. എങ്കിലേ നമ്മളെ മുടി നല്ല വണ്ണത്തിൽ വരുള്ളൂ കേട്ടോ. എല്ലാ മുടിയും ഒറ്റയായി നിൽക്കാൻ. കല്യാണത്തിന് പോകേണ്ട തലേ ദിവസം ഇങ്ങനെ തേച്ചോളൂ കേട്ടോ. നന്നായി മുടി വളരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് അമ്മറിന് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.